ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരുവനായ നസ്രേനായി യേശു പ്രപഞ്ച സൃഷ്ടാവുമായുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിന്നാണ് ഒരു യഥാർത്ഥ നല്ല ജീവിതം സംഭവിക്കുന്നതെന്ന് പഠിപ്പിച്ചു. അതെ, മനുഷ്യ അസ്തിത്വത്തിന്റെ ആത്യന്തിക സമ്പത്താണ് ദൈവസ്നേഹം സ്വീകരിക്കുക എന്ന് യേശു വിശ്വസിച്ചു. ആ സ്നേഹം മറ്റുള്ളവർക്ക് തിരികെ നൽകിക്കൊണ്ട് നീതി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പ്രതികരണം. യേശു ജീവിച്ചിരുന്നത് ദൈവത്തോടുള്ള നിങ്ങളുടെ ഭക്തിയെ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലാണ്. അപ്പോൾ ദൈവവുമായുള്ള നിങ്ങളുടെ അടുപ്പത്തെ പൊതുപ്രശംസ നേടുന്നതിനുള്ള പ്രകടനമാക്കി മാറ്റാൻ എളുപ്പമായിരിക്കും. തീർച്ചയായും. അതിനാൽ ഗിരിപ്രഭാഷണം എന്ന തന്റെ പഠിപ്പിക്കലുകളുടെ ഒരു ഭാഗത്തിൽ ആ പരീക്ഷയെക്കുറിച്ച് യേശു തന്റെ അനുയായികളെ പഠിപ്പിക്കുന്നു. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അല്ലാത്തപക്ഷം സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പോൾ ദൈവവുമായി അടുപ്പമുള്ളതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് സാമൂഹിക പദവിയോ കയ്യടിയോ നേടിത്തന്നേക്കാം. എന്നാൽ യേശു പറയുന്നു, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതുമാത്രമാണ് ലഭിക്കാൻ പോകുന്നത്. യേശു ഈ പ്രകടനത്തെ കപടഭക്തിയുള്ളവൻ അഥവാ ഹിപ്പോക്രൈറ്റ് ആയിരിക്കുക എന്നാണ് വിശദീകരിക്കുന്നത്. അത് യവനപദമായ ഹുപ്പോക്രൈറ്റൈസ് എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഇത് ഒരു നടൻ വേദിയിൽ പ്രദർശനം നടത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഞാനൊരു കപടഭക്തിക്കാരനാകുകയാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം എന്ന് വെച്ചാൽ അത് എളുപ്പം അകപ്പെടാവുന്ന ഒരു കെണി പോലെ തോന്നുന്നു. അതെ, അത് വളരെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് യേശു 3 പഠന വിഷയങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. തന്റെ കാലഘട്ടത്തിൽ യഹൂദ ജനം ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയെ പ്രകടിപ്പിച്ചിരുന്ന 3 സാധാരണ മാർഗങ്ങൾ അവൻ ഉപയോഗിക്കുന്നു. അവൻ ആരംഭിക്കുന്നത് മഹാമനസ്കത എന്ന വിഷയത്തോടെയാണ്. മനുഷ്യരാൽ മാനം ലഭിപ്പാൻ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശുവിന്റെ സംസ്കാരത്തിൽ മഹാമനസ്കതയുടെ പരസ്യമായ പ്രകടനങ്ങൾ ദൈവത്തിന്റെ ഔദാര്യമായ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നതിന്റെ ഒരു മാർഗമായിരുന്നു. എന്നാൽ അവ സ്വയം പ്രചരിപ്പിക്കുന്ന മാർഗമായും മാറും. അതുകൊണ്ട് യേശു മറ്റൊന്ന് വാഗ്ദാനം ചെയ്യുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അങ്ങനെ നിങ്ങളുടെ മഹാമനസ്കത യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നാണെന്ന് ഉറപ്പാക്കാനുള്ള ഒരു പിഴവില്ലാത്ത മാർഗമാണ് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ചെയ്യുക എന്നത്. പക്ഷേ നിങ്ങളുടെ വെളിച്ചവും നല്ല പ്രവൃത്തികളും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ യേശു പഠിപ്പിച്ചിട്ടില്ലേ? അതെ, മഹാമനസ്കതയെക്കുറിച്ചുള്ള യേശുവിന്റെ എല്ലാ പഠിപ്പിക്കലുകളും നിങ്ങൾ വിചാരിക്കുമ്പോൾ മഹാമനസ്കതയോടെ നൽകാൻ അവൻ തന്റെ അനുയായികളെ പതിവായി ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അത് ദൈവസ്നേഹത്തിന്റെ ഹൃദയസ്പന്ദനത്തെ പ്രകടമാക്കുന്നു. എന്നാൽ ജാഗ്രതയോടെ ഇരിക്കുകയും സ്വയം വിമർശനം നടത്തുകയും വേണമെന്ന് അവൻ പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ കപടതയുടെ ഒരു ചെറിയ അംശമെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ സ്വകാര്യമായി ചെയ്യുന്നതാണ് ബുദ്ധി. വ്യക്തമായ ഒരു നിയമം യേശു നൽകിയാൽ അത് എളുപ്പമാകും. ഒരുപക്ഷേ ആയിരിക്കാം. എന്നാൽ അവൻ നമുക്ക് നൽകിയത് ജ്ഞാനമാണ്. അത് നമ്മെ എപ്പോഴാണ് രഹസ്യമായോ പരസ്യമായോ നൽകണമെന്ന് ദൈവം നമ്മെ കാണിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവവുമായി ഒരു അടുത്ത ബന്ധം വളർത്തിയെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ചുള്ള തന്റെ അടുത്ത പഠനത്തിലും അവൻ ഇതേ വിഷയം പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ സംസ്കാരത്തിൽ ഭൂരിഭാഗം യഹൂദന്മാരും അവർ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തിയിട്ട് ദിവസത്തിൽ 1 തവണ തോറയിൽ നിന്നുള്ള പരമ്പരാഗത പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ ക്ഷേമ എന്ന് വിളിക്കുന്നു. പ്രാർത്ഥനയോടുകൂടിയ ഒരു സ്ഥിരമായ ഭക്തിക്ക് യേശു അറിയപ്പെട്ടിരുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, കാരണം നിങ്ങളുടെ പ്രാർത്ഥനാശീലങ്ങൾ ഒരുപക്ഷെ ഒരു പൊതുജന പ്രശംസയുടെ തന്ത്രമായി മാറാൻ കഴിയും. അത് ശരിയാ. പ്രാർത്ഥനാ സമയം വരുമ്പോൾ തിരക്കുള്ള ഒരു തെരുവ് മൂലയിൽ സൗകര്യമായി ചെയ്യാനുള്ള ആ പ്രലോഭനം എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഒരു ഭക്തനാണെന്ന് ആളുകൾ വിചാരിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അഭിനന്ദനങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആളുകളുടെ പ്രശംസ ലഭിക്കും. എന്നാൽ അത് മാത്രമേയുള്ളൂ. അതുകൊണ്ട് യേശു മറ്റൊരു മാർഗം നിർദ്ദേശിക്കുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ദൈവം കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും ആശങ്കകളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുവാനുള്ള നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പരിശോധിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ആരും കാണാത്ത സമയത്ത് പ്രാർത്ഥിക്കുക എന്നത്. പക്ഷേ ഓർക്കുക, ഇതൊരു നിയമമല്ല, മറിച്ച് ഇത് ജ്ഞാനമാണ്. യേശു ഒറ്റയ്ക്കും പ്രാർത്ഥിച്ചു, കൂടാതെ തന്റെ അനുയായികളോടൊപ്പവും പ്രാർത്ഥിച്ചു. രണ്ടും ദൈവവുമായി ബന്ധപ്പെടാനുള്ള പ്രധാന വഴികളാണ്. യേശു നൽകുന്ന 3-ാമത്തെ ഉദാഹരണം ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്.
അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് ശരീരവും ഉൾപ്പെട്ട പ്രാർത്ഥനയാണ്. ഭക്ഷണപാനീയങ്ങൾ പോലുള്ള നിങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങളെ തടഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ ക്ഷണിക്കുന്നു. എന്നാൽ ഉപവാസത്തെയും ഒരു പ്രകടനമായി ഉപയോഗിക്കാം. അതെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. യേശു ഇങ്ങനെ പറയുന്നു: നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ 3 സന്ദർഭങ്ങളിലും ഈ ആചാരങ്ങളെ ഉപേക്ഷിക്കാനല്ല യേശു പറയുന്നത്. ശരിയാണ്. എന്നാൽ ദൈവസ്നേഹത്തെ ഒരു ട്രോഫി പോലെ കൈകാര്യം ചെയ്യാതെ നിങ്ങളുടെ ഭക്തിയെ പ്രകടിപ്പിക്കുക. അതിനുള്ള ക്രിയാത്മകമായ വഴികൾ കണ്ടെത്തുക. തന്റെ അനുയായികൾ തങ്ങളുടെ സാമൂഹ്യ നിലയ്ക്ക് അല്പം പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർ ലോകത്ത് ഫലമുള്ളവരായിരിക്കുമെന്ന് യേശുവിനറിയാം. കാരണം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഉദാരസ്നേഹത്തിന്റെ ദൈവത്തെ അറിയുകയും അവനാൽ അറിയപ്പെടുകയും ചെയ്യുക എന്നതാണ്. ദൈവവുമായുള്ള ബന്ധത്തിന് സമർപ്പിക്കപ്പെട്ടവർക്കുള്ള 3 മുന്നറിയിപ്പുകളെ നാം പരിശോധിച്ചു. അവയിൽ ഒന്നായിരുന്നു പ്രാർത്ഥന. അടുത്തതായി നമുക്ക് ഗിരിപ്രഭാഷണത്തിന്റെ മധ്യഭാഗം നോക്കാം. അവിടെ യേശു തന്റെ അനുയായികളെ എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കുന്നു.